afternoon. Welcome home. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Okay, good afternoon. Prayer ആരാണ്? ഞാനാണ് മിസ്സേ. നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം നിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നോട് കയ്യിൽ, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. Okay. Next thought of the day. Good afternoon, all. The only limit to our realization of tomorrow is our doubts of today. നാളെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷാത്കാരത്തിലുള്ള ഏക പരിധി ഇന്നത്തെ നമ്മുടെ സംശയങ്ങളാണ്. താങ്ക് യു മാം. Then signing. ഞാനാണ് മിസ്സേ. Every child is different kind of flower and all together make this world a beautiful garden. Signing by Divya. Good afternoon, Miss. Good afternoon, all.
ഗുഡ് ആഫ്റ്റർനൂൺ. സുഖാണോ എല്ലാവർക്കും? സുഖാണ് മിസ്സേ. മിസ്സിന് സുഖല്ലേ? നോമ്പിലാണല്ലോ എല്ലാവരും. കഴിയാറായി. തീരാറായില്ലേ? അതെ ലാസ്റ്റ് 28-ാം തീയതി വരെ കഴിയില്ലേ? ഇല്ല മിസ്സേ, ഉം. 28 കഴിയില്ല. 31 പെരുന്നാൾ വരുന്നത്, അല്ലെങ്കിൽ 1. പിന്നെ എന്താണ് സ്പെഷ്യല് പെരുന്നാള്? അല്ല, നോമ്പായിട്ട് എന്താ സ്പെഷ്യല്? നോമ്പ് തുറ വൈകുന്നേരം ആകുമ്പോഴേക്കും ആക്കണം മിസ്സേ. ഉച്ച കഴിയുമ്പോഴാണ് കിച്ചണിൽ കയറുള്ളൂ. ഞങ്ങളുടെ നോമ്പില് പ്രധാനപ്പെട്ട ദിവസം നാളെയാണ്, 27 രാവ്. എല്ലായിടത്തും അങ്ങനെ തന്നെ. നാളെയാണ്. നാളെ എന്തെങ്കിലുമൊക്കെ മധുരമുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെയാണ് പ്രധാനപ്പെട്ട ദിവസം. വേറെന്താ വിശേഷം? അതേപോലെ ശനിയാഴ്ച എൻ്റെ അക്ക ഞങ്ങളെ വിട്ടു പിരിഞ്ഞൊരു ദിവസമാണ് എത്ര വർഷമായി? ശനിയാഴ്ച. 1 വർഷം ഇതാ കഴിഞ്ഞ ഇപ്പൊ ഷന പറഞ്ഞ പോലെ നാളത്തെ ദിവസമാണ് ഇത് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ മറവ് ചെയ്ത ദിവസം ശനിയാഴ്ചയാണ്. അപ്പൊ എല്ലാവരും അവരുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. അതെ അതെ, തീർച്ചയായും കേട്ടോ. അപ്പൊ അതിന് ചടങ്ങുകൾ പള്ളിയിലാണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണോ? എങ്ങനെയാണ്? അതായത് വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണത്. കുട്ടികൾ സുഖമായിരിക്കും നമസ്കാന? കുഴപ്പമൊന്നുമില്ല. എക്സാം നാളത്തെയും കൂടി കഴിഞ്ഞാ മക്കൾക്ക് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം ഒക്കെ? കുഴപ്പമൊന്നുമില്ല. വലിയ ആള് കുഴപ്പമൊന്നുമില്ല, ഫുൾ മാർക്കൊക്കെ വാങ്ങുന്നുണ്ട്. LSS USS ഒക്കെ കിട്ടിയ മോനാണ്. ചെറിയ ആള് കുറച്ച് നമ്മള് ഒരു ലാളന കൊടുത്ത പ്ലാൻ എന്താണ് അവന്റെ? 10th കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? എന്താണ് മോന്റെ? 10th ആയിട്ടില്ല, ഇനി 10th ഇപ്പൊ ഇനി 9ാം ആവണം. ക്ലാസ്. 9-ലാണല്ലേ? ഇപ്പൊ 10ാം ക്ലാസ്സില് ട്യൂഷനൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ട്യൂഷൻ നേരത്തെ തുടങ്ങിയില്ലേ? നെക്സ്റ്റ് മന്ത് തുടങ്ങിയില്ലേ? ഏപ്രിലില് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിപ്പിക്കണം കേട്ടോ. മിസ്സേ, എന്റെ ഹസ്ബൻഡും അതെ മിസ്സേ. 1 ആണോ? വർഷമാണ്. കഴിഞ്ഞ നോമ്പ് 27-നാണ് അതും. അപ്പൊ ഞങ്ങള് പള്ളിയിൽ നോമ്പ് തുറ ഒക്കെയാണ് ചെയ്തത്. അപ്പൊ അത് ഇന്നലെ ആയിരുന്നു അതിന്റെ പരിപാടികളൊക്കെ. അങ്ങനെ അതിന്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. ശരി. എന്ത് പറ്റിയതാണ് ജസ്മിൻ? അറ്റാക്ക് ആയിരുന്നു മിസ്സേ. ഡ്രൈവറായിരുന്നു ആള്. അപ്പം ഈ ടൂറിസ്റ്റ് ഗൈഡും കൂടെ ആയിരുന്നു. ടൂറിസ്റ്റിനെ എടുത്തിട്ട് രാവിലെ പോയതാണ്. വീട്ടിൽ നിന്ന് പോകുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു 2 മണിക്കൂർ അതിനുള്ളില് സഡൻ അറ്റാക്ക് ആയിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൂടെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് CPR കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ റിക്കവർ ആയില്ല. 1 മണിക്കൂറിന് ശേഷമാണ് ആയത്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു അത്രയും വൈകാൻ പാടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. 1 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും പോയി. ശരി. നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവും കേട്ടോ ജസ്മിൻ. അതെ, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതെ. താത്ത, ഞങ്ങളൊരു ഇതിലുണ്ടല്ലോ, ആ ദിവസം വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞത് നല്ല പ്രധാനപ്പെട്ട ദിവസം. അപ്പൊ അവർക്കൊക്കെ ആ ദിവസം മരിച്ചു പോകാൻ പറ്റി പറഞ്ഞ അത് നിങ്ങൾക്ക് സംഭവം വിടവ് തന്നെയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചത് നല്ലൊരിതാണ്. കാരണം ആ ദിവസം തന്നെ അവർക്ക് മരിച്ചു പോകാൻ പറ്റിയത് നല്ല ദിവസമല്ലേ ജാസ്മി താത്ത? ഞങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെ പറയും. ഇസ്ലാമിക. അതെ, ഷാനിയാണ് പറഞ്ഞത്. ഷാനിന്റെ സ്റ്റേജിലൊരു കുട്ടിയാണ്. ഇപ്പൊ അത് ഇടക്കിടയിൽ സംസാരിക്കും. അതിന്റെ പേരാണ് ഇപ്പൊ എന്റെ വായിലെപ്പോഴും തന്നെ. എല്ലാ ക്ലാസ്സിലും ഷാനിനാണ് എന്താ പറഞ്ഞത്? അതിൽ മിസ്സേ, ഞങ്ങളുടെ ഒരു വിശ്വാസപ്രകാരം നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാ. 27-ാം രാവ് എന്ന് പറയുന്നത്. ഈ നോമ്പിന്റെ ഏത് ദിവസം മരണപ്പെട്ടാലും നല്ലതാന്ന് പറയാം. അപ്പൊ നല്ല ദിവസം നോക്കിയിട്ട് അവര് പോയല്ലോ. അപ്പൊ അത് വളരെ നല്ലൊരു ഇതാണ്. നമുക്ക് വിടവ് തന്നെയാണ്, നികത്താൻ പറ്റാത്ത വിടവാണ്. പക്ഷെ നല്ല ദിവസല്ലേ, അതില് സമാധാനിക്കാലോ. നമ്മളെല്ലാവരും
രാത്രിയൊക്കെ ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടെയാണ് നാളെ. ഫുൾ ടൈം നമ്മൾ ഉറങ്ങാതെ പ്രാർത്ഥന തന്നെയായിരിക്കും. നിസ്കരിക്കുക, ഓതുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, നാളെ എൻ്റെ മോള് സൗദിക്ക് പോവാണ് 1 മാസത്തെ ലീവിന്. അപ്പോ +2 എക്സാം എഴുതിയിട്ടേ ഉള്ളൂ. നാത്തൂന്റെ മോളുടെ കൂടെ തന്നെ പോണ. നാത്തൂന്റെ അടുത്തേക്ക് അനിയത്തി ഉണ്ട് അവിടെ. ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ എല്ലാരും ദുആ ചെയ്യുകൊണ്ട്, എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകൊണ്ടും സുഖമായിട്ട് പോയിട്ട് വരട്ടെ. ഹാപ്പി ജേർണി പറയാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളതാ, ഈ ദുആ ചൊല്ലാന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു വാക്കുണ്ടോ? ഉണ്ട് മിസ്സേ, അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയാണത്. നമ്മൾ പറയില്ലേ, ഇപ്പം ഒരാളിപ്പം മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു അസുഖത്തിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പറയില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയില്ല. ആ പ്രാർത്ഥന തന്നെയാണ് ദുആ ചെയ്യുക എന്ന് ഞങ്ങൾ പറയണത്. അപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു, 27-ാം തീയതി അല്ലേ? അതെ മിസ്സേ, നാളെന്ന് വെച്ചാൽ 1000 മാസത്തേക്കാളും മികച്ച ഒരു ദിവസമാണ്. അതിനേക്കാളും പുണ്യമേറിയ ദിവസം. ആ ഒരു രാത്രി അന്നത്തെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാ പറയുന്നത്. നമ്മളുടെ വിശ്വാസത്തിലുണ്ട്, അങ്ങനെ ഏകാദശിക്ക് മരിക്കുകയാണെങ്കിൽ നേരെ വൈകുണ്ഠത്തിലേക്ക് എത്താതെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതാണ് പറയുന്നത്. അതൊരു പുണ്യമാണെന്നാ പറയുന്നത്. അതേപോലെ തന്നെ സെയിം അല്ലെ, കോൺസെപ്റ്റ് ഒക്കെ അതൊക്കെ തന്നെ ആയിരിക്കും. മിസ്സേ, അതെ. എല്ലാരും ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ മിസ്സേ. നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു അല്ലെ? എവിടെ വരെ പറഞ്ഞു? പാർട്ടിംഗ്, ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്സ് അവിടെ വരെ പറഞ്ഞു അല്ലെ? അതെ മിസ്, അവിടെ വരെ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ. കുട്ടികൾ മാത്രമായിട്ടാണോ? സഹപ്രവർത്തകരുമായിട്ടും സ്കൂൾ മാനേജ്മെന്റ് സഹപ്രവർത്തകരും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളുമായിട്ടും നിരന്തരമായിട്ടൊരു ആശയവിനിമയം ഉണ്ടാവണം അല്ലെ? കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഇല്ലെങ്കിൽ എന്താണ്, പല കാര്യങ്ങളിലും ഡിലേ വരുന്നു, പല കാര്യങ്ങളിലും വ്യക്തത ഇല്ലാതെ വരുന്നു. ഇപ്പൊ ഓഫീസ് വർക്ക് ആയാലും ശരി, ക്ലാസ് ഡ്യൂട്ടീസ് ആയാലും ശരി, എന്താണ്, അപ്പൊ ടീച്ചേഴ്സിന് തരുന്ന ഡ്യൂട്ടീസ് ക്ലിയർ ആയിട്ട് തന്നെ തരുന്ന, ഇപ്പൊ അധ്യാപകരോട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന്. അല്ലാതെ ഇന്ന ഡ്യൂട്ടി ടീച്ചറിനാണ്, ടീച്ചറോട് ചെയ്തോ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പ്രധാന അധ്യാപകരും തമ്മിൽ, ടീച്ചേഴ്സും തമ്മിൽ, മറ്റ് സ്റ്റാഫുകൾ തമ്മിൽ എന്താണ്, ഒരു കോർഡിനേഷൻ വരണം അല്ലെ? എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ ഒരു ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യുമ്പോൾ. നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഒരു ടീച്ചറിന് മാത്രമാണ് ഉത്തരവാദിത്വം വരുന്നത് ഫംഗ്ഷൻ വരുമ്പോ? ആണോ? അല്ല മിസ്സേ, അല്ല, അവര് റിലേറ്റ് ചെയ്ത് പലരും അല്ലെ, പലരും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നിർദ്ദേശങ്ങൾ ഓരോ ടീച്ചേഴ്സ് ഓരോരുത്തർക്കായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മാത്രമേ ആ പരിപാടി നമുക്ക്, അതായത് ഫംഗ്ഷൻ നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ നല്ല രീതിയിലുള്ള ആശയവിനിമയം സ്കൂൾ മാനേജ്മെന്റിന്റെ മറ്റൊരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്ത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇപ്പൊ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ്, അതില് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ആ ഫണ്ട് എന്തിനെടുത്തു എന്ന്, എങ്ങനെയാണ് ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമായിരിക്കും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായ രീതിയിൽ നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. യെസ്. പിന്നെന്താണ്? ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്. പിന്നെന്താ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ടീച്ചേഴ്സിന് വരുന്ന മറ്റൊരു ഡ്യൂട്ടിയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യാന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യത്തിലാണ് അത് വരുന്നത്? ഏതൊക്കെ വർക്കുകളായിരിക്കും വരുന്നത് പ്രത്യേകിച്ച് അധ്യാപകർക്ക്?
ഫീസിന്റെ കാര്യം കുട്ടികളുടെ നോട്ട്ബുക്സോ ടെക്സ്റ്റ് ബുക്സുകൾ അല്ലെ? ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം യൂണിഫോം ഫീസ് വരാം, പിന്നെ സ്പെഷ്യൽ ടൂറൊക്കെ പോകുമ്പോ ടൂറുമായി ബന്ധപ്പെട്ട ഫീസസ് അല്ലെ? ഫിനാൻഷ്യൽ കാര്യങ്ങൾ ബന്ധപ്പെടാം. പിന്നെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോ അല്ലെ? നമ്മള് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ നിന്ന് കുറച്ച് ഫീസ് ഈടാക്കാറുണ്ട് അല്ലെ? അത്യാവശ്യം ചെറിയൊരു ഫീസ് എങ്കിലും ഈടാക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ഫീസിന്റെ കാര്യം. പിന്നെ യൂണിഫോംസ്, യൂണിഫോം എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം വരുന്നുണ്ട്? യൂണിഫോം മാത്രമാണോ? ഡ്രസ് മാത്രമാണോ? നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ അതിന് ആവശ്യമാണ്? യൂണിഫോംസ്, ബെൽറ്റ്, ഷൂസ്, സോക്സ്, ടൈ, ഐഡി കാർഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഫിനാൻഷ്യലി എന്താണ് ഓരോന്നിനും എന്താണ് ടീച്ചേഴ്സിന് അതേതായിട്ട് ഓരോ ടീച്ചേഴ്സിന്റെ ഇപ്പൊ ബെൽറ്റിന്റെ ഡ്യൂട്ടി ഒരു ടീച്ചർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ യൂണിഫോമിന്റെ ഓൾ ഡ്യൂട്ടി കംപ്ലീറ്റ് ഡ്യൂട്ടി ഒരു ടീച്ചറിന് തന്നെ ഏൽപ്പിക്കാം. അപ്പൊ ആരൊക്കെ ഏതൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ പൈസ തന്നു അല്ലെ? അത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഇന്ന ഡേറ്റിൽ ഇന്ന പൈസ തന്നു, ഇത്ര പൈസ ഇംബാലൻസ് കൊടുക്കാനുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമിന്റെ ഡ്യൂട്ടിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഡ്യൂട്ടി. കാരണം അതങ്ങനെയാണ്, നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവുക. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ ഇത്ര മെറ്റീരിയൽസ് ഒക്കെ എടുത്തു എന്ന് പറയും, പക്ഷെ കുറെ പേര് ഓർഡർ തന്നിട്ടുണ്ടാവാം. പിന്നീട് നമ്മൾ അത് കട്ട് ചെയ്ത് കുറിച്ച് ചെയ്യുമ്പോൾ പറയും ഇത് വേണ്ടാന്ന് പറയും. പിന്നെ ചില പാരന്റ്സ് എന്നിട്ട് വേണ്ട ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കട്ട് ചെയ്യും. പിന്നെ ചിലർ വാങ്ങിക്കാതിരിക്കും, ചിലർ പൈസ തരാതിരിക്കും, ചിലവര് എന്താണ് കുറച്ച് വാങ്ങിച്ചിട്ട് ബാക്കി പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടിയത് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ യൂണിഫോം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. ചെയ്യുമ്പോൾ മനസ്സിലാവും അത് പക്ഷെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. ഇപ്പോഴും ഇപ്പൊ അക്കാഡമിക് ഇയർ തുടങ്ങി ഫൈനൽ ആ ഒരു ഇയർ തീരുന്ന വരെ യൂണിഫോമിന്റെ പരിപാടി തീരാത്ത ടീച്ചേഴ്സ് ഇപ്പോഴും നമ്മൾ കാണാൻ പറ്റും. യൂണിഫോമിന്റെ തലക്ക് പിടിച്ച് തലക്ക് ഭ്രാന്തായിട്ട് നടക്കുന്ന ടീച്ചറെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ തീരില്ല, അതൊരു ഭയങ്കര ഒരു ലാഗ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അത് എന്താണെന്നറിയില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ പാരന്റ്സും അതേപോലെ സഹായിക്കണം അല്ലെ? കുട്ടികളും അതേപോലെ സഹായിച്ചാൽ മാത്രമേ നമുക്കും അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ പിന്നെ യൂണിഫോം വർക്ക്, പിന്നെ എന്താണ് എക്സാം ഫീസ് അല്ലെ? എക്സാമിന്റെ ഫീസ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫീസ്, ദെൻ അതിൽ തന്നെ ടീച്ചേഴ്സിന് പല ഡ്യൂട്ടീസിലും വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ തരംതിരിക്കല്, പിന്നെ അങ്ങനെയുള്ള കാര്യം എത്ര എണ്ണം കൃത്യമായിട്ടുള്ള എണ്ണം ബണ്ടൽസിൽ എടുത്തോ എന്നൊക്കെ തീരുമാനിക്കല്, അങ്ങനെ അതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? സ്പെഷ്യൽ ഫീസസുകൾ ഉണ്ടാവാം. എന്തൊക്കെയായിരിക്കും സ്പെഷ്യൽ ഫീസസിൽ വരുന്നത്? സ്പെഷ്യൽ ഫീസ് എന്തൊക്കെയായിരിക്കാം? പ്രോഗ്രാംസിനൊക്കെ പ്രോഗ്രാംസ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ക്ലാസ്സുകളൊക്കെ കൊടുക്കും അല്ലെ? മോട്ടിവേഷണൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ വരുമായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് സെറ്റ് ചെയ്യും. അപ്പൊ കുട്ടികളിൽ നിന്ന് എന്താണ് ചെറിയൊരു എമൗണ്ട് അതിൽ നിന്ന് എന്താണ് ഈടാക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ എന്താണ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ആരാണ്? ക്ലാസ് ടീച്ചേഴ്സ് അല്ലെ? ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്തൊക്കെ ഡ്യൂട്ടീസ് വരുന്നുണ്ട്? ഒരു ടീച്ചറിനെ പഠിപ്പിക്കാന്ന് മാത്രമാണോ? അല്ല, പഠനം വളരെ സുഗമമാണ്, നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് പുറമെയുള്ള ജോലികളാണ് കുറച്ചും കൂടി ബേർഡൻ അല്ല, നമ്മളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനല്ലേ ഏറ്റവും എളുപ്പം അല്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ ഏറ്റവും എളുപ്പം. അതെ, കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ചെയ്യണം. പക്ഷെ വരുന്ന ജോലികൾ നല്ല രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലാണ് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത്. അങ്ങനെ നിങ്ങളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം വർക്കുകൾ തരുവാണെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കണം. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചിട്ടായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. യെസ്, ഇതിലേക്ക് ഓരോ എക്സ്പ്ലനേഷൻസ് ആണ് ഇനി വരുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എന്തൊക്കെ വർക്കാണ് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്? എന്തൊക്കെയാണ്?
classroom management, premises and building maintenance, office maintenance, canvassing and propagandas, discipline maintenance, parking function and meeting, communication, financial assistance. ഇത്തരം കാര്യങ്ങൾ ഒരു അധ്യാപകൻ എന്താണ് ഓരോരുത്തർക്കായിട്ട് പല പല ഡ്യൂട്ടീസ്. ഇതിപ്പോ ഒരാൾ തന്നെ ആയിരിക്കും കേട്ടോ ഫിനാൻഷ്യൽ കാര്യം ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പലർക്കും ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒക്കെ ചെയ്യാനായിട്ട്. കാര്യം പൈസയുടെ കാര്യമാണ്. നമ്മളുടെ മേലിൽ യാതൊരു വിധത്തിലും കുറ്റം വരാൻ പാടില്ല. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓഫീസ് വർക്ക് വരുമ്പോൾ. ഓക്കെ, ഒട്ടും ചെയ്യാൻ പറ്റില്ലെന്നെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറാം, അത്രേ ഉള്ളൂ. ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരോട് ആദ്യം പറയാം, ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമില്ല. ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സമയത്തെ ഏറ്റെടുക്കാതിരിക്കുക കേട്ടോ. മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഈ പാരഗ്രാഫ്സ് ഒന്ന് ആരെങ്കിലും വായിക്കാമോ? സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ വായിക്കാം മാം. ജനറലി തൊട്ടല്ലേ മാം? Generally, one of the standard teachers is given power by the school to have control over the day-to-day transaction of the school. That does not mean that the other teachers should defend themselves with the classroom level with taking part in any of the school work. അത് മതി മിസ്സേ? Yes. Generally, one of the standard teachers is given power by the school to have control over the day-to-day transaction of the school. That does not mean that the other teachers should define themselves with the classroom level without taking part in any of the school work. But എന്താ പറയുന്നത്? ജനറലി വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമാണോ ഇവിടെ വർക്കുകൾ കൊടുക്കുന്നത്, സ്കൂൾ ട്രാൻസാക്ഷൻ വർക്കുകൾ കൊടുക്കുന്നത്? ആണോ? ഓക്കെ, ആണ്. കുറെ എന്ന് വെച്ചാൽ ആണ് അല്ലെ? കുറെ കാശ് നോക്കി വെച്ചാൽ എന്താണ്, കുറച്ചും കൂടി എഫിഷ്യന്റ് ആയ ടീച്ചേഴ്സിന് കുറച്ചും കൂടി എഫിഷ്യന്റ് വർക്കുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ സ്കൂൾ മെയിൻ്റെനൻസ്, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ എന്ന് പറയുമ്പോൾ ഒരു പാവം പിടിച്ച ടീച്ചറിന് അത് കൊടുക്കാൻ പറ്റുമോ? അത് നേച്ചർ കൂടി അതിൽ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കൂടുതൽ ഡ്യൂട്ടീസ് കൊടുക്കും. പിന്നെ അങ്ങനെ നോക്കിയിട്ടല്ലേ? അങ്ങനെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ? നമ്മളിപ്പോ ഒരു ഹെഡും കൊടുക്കില്ല. ഒട്ടും പാവം ഒരു ടീച്ചറിനെ മാക്സിമം ചിലപ്പോ വേണമെങ്കിൽ അവരൊന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ കൊടുക്കുന്നിരിക്കും. പക്ഷെ അത് സാധ്യമല്ലെന്ന് മനസ്സിലാവും. കാരണം കുട്ടികൾ അതേപോലത്തെ കുട്ടികളാണെങ്കിൽ ആ ടീച്ചർ നടത്തിയിട്ട് ഒരു കാര്യമില്ല. എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ആ ടീച്ചറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ് ആണുള്ളത്, അതിനനുസരിച്ചിട്ട് ചെയ്യുന്ന വർക്കുകൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുകയും ചെയ്യും. രണ്ട് രീതിയിലും കൊടുക്കും കേട്ടോ. അപ്പൊ എഫിഷ്യന്റ് ആയിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ സ്കൂൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിസിപ്ലിനറി കമ്മിറ്റി വരെ അതിലുണ്ടായിരിക്കും, 2-3 ടീച്ചേഴ്സ് അതിലുണ്ടായിരിക്കും. അവർ നല്ല എഫിഷ്യന്റ് ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യും. കാരണം കുട്ടികൾ ഉച്ച ടൈമിൽ പുറത്ത് പോകരുന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഒരു പാവം പിടിച്ച ടീച്ചറാണെങ്കിൽ ടീച്ചറിനെ മറികടന്ന് അവന്മാരത് പുറത്തേക്ക് കിടക്കും അല്ലെ? ഗേറ്റിന് പുറത്ത് എങ്ങനെയെങ്കിലും അവര് പുറത്ത്. പക്ഷെ ഒരു പേടിയുള്ള ടീച്ചറിനെ ആണെങ്കിൽ എന്താണ്, കുറച്ചും കൂടി അവന്മാരെന്താണ് ക്ലാസ്സില് കുറച്ച് എവിടെയൊന്ന് ആ ഗ്രൗണ്ടിനുള്ളിൽ പുറത്തു പോകാമെന്ന് നോക്കാമെന്ന് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗേറ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാവില്ല എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ജനറലി വൺ ഓഫ് ദ സ്കൂൾ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ഈസ് ഗിവൻ പവർ ബൈ ദ സ്കൂൾ ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഡേ-ടു-ഡേ ട്രാൻസാക്ഷൻസ്. That does not mean that the other teachers should define themselves with the classroom level without taking any part of the school work. അതായത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് മാത്രം കൊടുക്കുമ്പോൾ മറ്റുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? മറ്റുള്ള സ്കൂൾ ടീച്ചേഴ്സിന് ജോലിയൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ആണോ? അല്ല, ഓരോരുത്തരുടെയും കേപ്പബിലിറ്റി അനുസരിച്ച് അവരവർക്ക് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. യെസ്, അപ്പൊ ഓരോരുത്തരുടെ കപ്പാസിറ്റീസ് അനുസരിച്ചിട്ട് അവർക്ക് ആർക്കും വർക്ക് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് മാത്രമല്ല കൊടുക്കുന്നത്, ബാക്കിയുള്ള ടീച്ചേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്?
അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്ക്സുകൾ അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ സ്കൂളിലും സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് മാത്രം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും നല്ല ഓൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാവും എല്ലാ കാര്യത്തിലും? മനുഷ്യരും വ്യത്യസ്തരാണ്. ഇപ്പൊ ഓരോ ടീച്ചർമാരും വ്യത്യസ്തരാവും. കപ്പാസിറ്റി മെയിൻ ആയിട്ട് എന്താണ്? ഇപ്പൊ ക്ലാസ് റൂം ജോലികളാണെങ്കിൽ കൂടി ഓഫീസ് ഡ്യൂട്ടികളാണെങ്കിലും കൂടി എന്താണ് അവരുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും അത് ഓരോരുത്തർക്കായിട്ട് വിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് മാത്രമല്ല ചെയ്യുന്നത്, മറ്റു ടീച്ചർക്കും എന്താണ് മറ്റു ടീച്ചേഴ്സിന് മറ്റുള്ള വർക്ക്സുകൾ കൊടുക്കുന്നുണ്ടെന്ന് എന്താണ് സൂചിപ്പിക്കുന്നത്. ഇനി every teacher should share the work of the school management and make it as a teamwork. Every teacher should share the work of the school management and make it as a teamwork. ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവരെങ്ങനെയാണ് നിർവഹിക്കുന്നത്? ഇങ്ങനെയാണ് ഒറ്റക്കൊറ്റക്കാണോ കൈകാര്യം ചെയ്യുന്നത്? അവര് ടീമായിട്ടാണ്. ഓരോ അധ്യാപകനും സ്കൂൾ മാനേജ്മെന്റിന്റെ ജോലി എങ്ങനെയായിരിക്കും? പങ്കിട്ടാണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവര് എന്താണ് ഷെയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു ടീമായിട്ട് അത് എന്താണ് ഇത്ര ടീച്ചേഴ്സ് അതിലുണ്ടായിരിക്കും, ഒരു ടീമായിട്ടായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ടീമായിട്ട് ചെയ്യുമ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ടീം വർക്ക് ആകുമ്പോ അവർക്ക് ഈസി ആയിരിക്കും. നമുക്ക് ഒരാൾ ചെയ്യുന്നേക്കാൾ സ്ട്രഗിൾ കുറവായിരിക്കും. സ്ട്രഗിൾ കുറവായിരിക്കും, വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പിന്നെ ഐഡിയാസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. എത്രയും ആൾക്കാരുണ്ടോ അത്രത്തോളം ഐഡിയകളും ഉണ്ടാവും. ശരിയാണ്, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെ? ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്താണ് പല അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതെല്ലാം കൂടി സ്വരുക്കൂട്ടിയാണ് ആ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ അറിയാത്തൊരു ടീച്ചർ ഉണ്ടെങ്കിൽ മറ്റൊരു ടീച്ചറിന് അത് അറിയാൻ പറ്റും, ടീച്ചർ അത് ഹെൽപ്പ് ചെയ്യും. അവിടെ എന്താണ് ആ വർക്ക് അവിടെ ഈസി ആവുന്നത്. പിന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവർക്കത് ടീമായിട്ട് ചെയ്യുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അധ്യാപകരെന്താണ് ഓരോ അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റിന് പോലെ ജോലി എന്ത് ചെയ്ത് തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്? ഷെയർ ചെയ്തിട്ട് അത് ടീം വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം ചില കാര്യങ്ങളിൽ എന്താണ് നമ്മൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രം അത് കാര്യക്ഷമമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വർക്ക്സുകൾ വരും അല്ലെ? അങ്ങനെയുള്ള വർക്കുകൾ ഉണ്ടാകും. ഇപ്പൊ ഒരു കലോത്സവമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഉദാഹരണമാണ് കലോത്സവം അല്ലെ? ഒരു ടീച്ചർക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ജില്ലാതലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ജില്ല ഉപജില്ല അങ്ങനെ സ്റ്റേറ്റ് അങ്ങനെ ആയിരിക്കും ഇത് പോകുന്നത് അല്ലെ? അപ്പൊ ഒരു ടീച്ചർമാര് മാത്രമായിരിക്കില്ല അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ടീച്ചേഴ്സിന്റെ അധ്വാനം അതിന്റെ പുറകിലുണ്ടാവും. അവരുടെ ആ ഒരു ടീം വർക്ക് അനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ആ ഒരു സ്കൂളിന് ഒരു എന്തുണ്ടാവുന്നത്, ആ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ടീച്ചേഴ്സ് വർക്ക് ചെയ്തിട്ടല്ല ഒരു സ്കൂൾ ഒരിക്കലും അതിന്റെ മുൻപന്തിയിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാവരിലും അതിന്റെ ടീം വർക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ എന്നും അത് പറയില്ല അല്ലെ? ആരും അത് പറയില്ല. ഞാൻ കഷ്ടപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാറ്. അതൊരു ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു എന്നുള്ള വിജയം മിക്ക ഇതിലും നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ ഉള്ളത് കേട്ടിട്ടില്ല കേട്ടോ. ഓരോരുത്തരും ഇപ്പൊ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആ ഒരു ഒത്തൊരുമയൊക്കെ മാറും. ടീം വർക്ക് ഒക്കെയാണ് ഓക്കെ സമ്മതിച്ചു. പക്ഷെ അവരെന്തൊക്കെ ചെയ്തു എന്നത് പറയാനാണ് എല്ലാവരും അല്ല? എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയാനാണ് എല്ലാവരും. അല്ലാതെ അവരും ഞാനും കൂടിയാണത് ചെയ്തത് എന്ന് പറഞ്ഞു നിൽക്കാനായിട്ടുള്ള ഒരു മനസ്സ് ആ ഒരു എന്താ പറയാ ആ വിശാല മനസ്സൊന്നും ആർക്കൊന്നുമില്ല. ഓക്കെ, ഉണ്ടാവും കേട്ടോ. നല്ല നല്ല സ്കൂളുകൾ ഉണ്ടാവും, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്, നല്ല ടീച്ചേഴ്സ് ആയിട്ട് നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന സ്കൂളുകളുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണം അല്ലെ? എന്തുകൊണ്ടാണ് പറയുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ടീം വർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. സ്കൂളിന്റെ ഉന്നമനത്തിനും കുട്ടികളുടെ ആ ഒരു എന്താണ് കുട്ടികളുടെ അക്കാദമിക് ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങളും കൊടുക്കേണ്ടത്. യെസ്. The sharing of the work can be assessed by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes the credit of saying it is my school. So everyone should work the feeling our school. എന്താ പറയുന്നത്? ആ പാരഗ്രാഫ് വായിച്ചിട്ടൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളുള്ളത്.
വായിച്ചു നോക്കൂ, എളുപ്പമാണ്. അപ്പൊ അവിടെ പറഞ്ഞ എന്താണ് പറയാൻ കിട്ടുന്നില്ല. അതായത് ജോലി പങ്കിടുന്ന സമയത്ത്, ഓരോരുത്തർക്കും ജോലി വീതിച്ചെടുക്കുന്ന സമയത്ത് എന്താണ് അതിന് അധ്യാപകരുടെ സ്വമേധയുള്ള താല്പര്യം. ചില അധ്യാപകർ എന്താണ് സ്വമേധയാ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് ആ വർക്കിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നു, അല്ലെ? അപ്പൊ മാനേജ്മെന്റിന്റെ വർക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ടീച്ചേഴ്സ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിത് ചെയ്യാം എന്നുള്ളത് വർക്ക് കൊടുക്കുന്നേക്കാൾ നല്ലത് സ്വമേധയെ ഏറ്റെടുത്ത് വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സിന് എന്താണ് സ്കൂളും മാനേജ്മെന്റ് ഒക്കെ ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു സ്കൂളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല സ്മൂത്തനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണെങ്കിൽ, നല്ല പേരുള്ള ഒരു സ്കൂളാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്തായിരിക്കും അതിന്റെ ക്രെഡിറ്റ്, ആ സ്കൂളിന്റെ ക്രെഡിറ്റ് ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. വ്യത്യസ്തമായി സ്കൂൾ അതെന്റെ സ്കൂളാണ്, എവരിവൺ ഷുഡ് വർക്ക്, എല്ലാവരും ഒരേപോലെ എന്താ പറയുന്നത്, ആ എന്ത് ഫീലിംഗ്സിലായിരിക്കും അവരത് പറയുന്നത്, ഇറ്റ് ഈസ് അവർ സ്കൂൾ, അതെന്റെ സ്കൂളാണ്, ഞാൻ പഠിക്കുന്ന സ്കൂളാണെന്നൊക്കെ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ. ഇപ്പൊ സ്കൂളിന് വോളിബോൾ ടീമിൽ ഏറ്റവും വലിയൊരു അംഗീകാരം കിട്ടി, നമ്മൾ എന്ത് പറയും, അത് ഞാൻ പഠിക്കുന്ന സ്കൂളാണ്, ഞാൻ പഠിക്കുന്ന സ്കൂളാണെന്ന് നമ്മൾ പറയൂലേ, ക്രെഡിറ്റ് ആയിട്ടല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ പറയാറുണ്ടാവും? അതെ, ഇപ്പൊ എന്ത് നേട്ടം കൈവരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ബുദ്ധിപ്പെട്ട് സംസാരിക്കുള്ളൂ, അല്ലേ? അപ്പോഴാണ് അത്ര വരെ എന്തെങ്കിലും മോശമായ ഒരു കാര്യം എന്തെങ്കിലും പറയും നമ്മൾ അതിനെ എടുത്ത് പറയില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഇപ്പൊ SSLCക്കൊക്കെ മാർക്കേ ഞങ്ങളുടെ സ്കൂളിൽ 100% വിജയം കിട്ടുന്ന വർഷം ഇത് ഞാൻ പഠിച്ച സ്കൂളെ പറയാൻ നല്ല ഇൻട്രസ്റ്റ് കാരം. അപ്പൊ അവിടെ ക്രെഡിറ്റ് അല്ലേ. അതല്ല, അവിടെ മാർക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ പഠിച്ച സ്കൂളാണ് അവിടെ എടുത്ത് പറയൂല. അതെ, ഒരിക്കലും പറയില്ല. ഓക്കെ, യെസ്. അപ്പൊ ഇത് എന്റെ സ്കൂളാണെന്ന് പറയാനായിട്ട് എല്ലാ അധ്യാപകരും ആ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട് എന്താണ് കുറെ അധ്യാപകരുണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ സ്കൂളാണ്, നമ്മുടെ സ്കൂളിൽ ഇന്ന രീതിയിലെ വിജയങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് നമ്മൾക്കൊരു എന്താ പറയാ ശരിക്കും നല്ലൊരു വിലയുള്ള ഒരു സന്ദർഭം തന്നെയാണ്, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിലും നമ്മൾക്കും എന്താണ് ആ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റി, ഇന്ന ടീച്ചേഴ്സിലൂടെ അല്ലെങ്കിൽ ഇന്ന ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്കും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ഇപ്പൊ 100% വിജയം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എല്ലാ ടീച്ചേഴ്സിന്റെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട്, അല്ലെ? ഇപ്പൊ SSLCക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ഈവനിങ് ക്ലാസ്, നൈറ്റ് ക്ലാസ്, പിന്നെ അല്ലാതെ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് കൂടുതൽ ക്ലാസ്, പിന്നെ ഇനി ഒട്ടും കഴിവ് കുറവുള്ള കുട്ടികളുണ്ട്, അല്ലെ? തീരെ മോശം പഠിക്കാനുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കോച്ചിങ്സ് ഒക്കെ കൊടുത്ത് അവരെ മാക്സിമം നമ്മളെ വിജയിപ്പിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ടീം വർക്ക് തന്നെയാണ്. ആ ടീം വർക്കിനൊടുവിലാണ് ഇവര് 100% വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെ? എല്ലാവർക്കും ഫുൾ A+ഓടുകൂടി പാസ്സാവുന്ന സമയത്ത് അതിന്റെ പുറകെ പ്രവർത്തിച്ച ടീച്ചേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ അവരുടെ ആ ഒരു ടീമിന്റെ ആ ഒരു കഷ്ടപ്പാടാണ് ശരിക്കും 100% വിജയത്തിലേക്ക് കുട്ടികളെ നയിച്ചത്. കുട്ടികളും ഉണ്ട് കേട്ടോ, ടീച്ചർമാർ മാത്രമല്ല, കുട്ടികളും അതേപോലെ തന്നെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ എന്ത് നല്ല കാര്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളാണെന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനം എപ്പോഴും ഉണ്ടായിരിക്കും. യെസ്, നെക്സ്റ്റ് വരുന്നത് most teachers are appointed for a class or for a subject. So the first main duty of the teacher is carry out of class. That is known as classroom management. ഇവിടെ പറയുന്നത് എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നാണ്. എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ പഠിപ്പിക്കലാണോ ക്ലാസ്സിൽ? ആണോ? അല്ല മിസ്സേ. യെസ്, അല്ല. ശ്രദ്ധിക്കുക, ഓരോ ടീച്ചേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്ന നമ്മളൊരു ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് വേണ്ടിയായിരിക്കാം അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് മെയിൻ ഡ്യൂട്ടി ഫോർ ദ ടീച്ചർ ഈസ് ടു ക്യാരി ഔട്ട് ദ ക്ലാസ്. ക്യാരി ഔട്ട് ദ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ക്ലാസ്. ആ ക്ലാസ്സിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതില്? ജസ്റ്റ് ടീച്ചിങ് മാത്രമാണോ? അല്ല, ഒരിക്കലും അല്ല. എന്തൊക്കെ തയ്യാറാക്കേണ്ടി വരുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തയ്യാറാക്കേണ്ടി വരുന്നു? ലെസൺ പ്ലാൻസ്, അല്ലെ? ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ലെസൺ പ്ലാൻസ് തയ്യാറാക്കുന്നു. ദെൻ ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്, കുട്ടികളുടെ ഗ്രേഡിംഗ്, ഫീഡ്ബാക്ക് തുടങ്ങിയ കാര്യങ്ങളുടെ പ്രിപ്പറേഷൻസ്.
Then പിന്നെന്താണ് മെന്ററിങ് ആൻഡ് ഗൈഡൻസ്. കുട്ടികൾക്ക് മെന്ററിങ്ങും ഗൈഡൻസ് മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നു. അത് അധ്യാപകന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. പിന്നെന്താണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. വീക്കായ കുട്ടികൾ ഉണ്ടാവാം, അവരുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഒരു പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നു. ദെൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരം ഡ്യൂട്ടീസ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ക്ലാസ് ടീച്ചേഴ്സ് ആണ് അല്ലെ. അങ്ങനെ അത്തരം കാര്യങ്ങൾ ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇസ് നോൺ ആസ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് എടുക്കുക എന്നൊരു ഡ്യൂട്ടി മാത്രമല്ല, ടീച്ചർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നു, ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്സ്, കുട്ടികളുടെ ഫീഡ്ബാക്സ്, ഗ്രേഡിംഗ് സിസ്റ്റംസ് തയ്യാറാക്കുന്നു, അവർക്ക് ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കുന്നു, അവരുടെ മറ്റു കാര്യങ്ങൾ യൂണിഫോംസ് അല്ലെങ്കിൽ ബുക്സ്, നോട്ട്ബുക്സ്, പിന്നെ സ്പെഷ്യൽ ഫീസുകൾ ഇതാക്കുന്നു തുടങ്ങി. പിന്നെന്താണ് മെന്ററിങ് ആൻഡ് ഗൈഡൻസ്. അവർക്ക് ആവശ്യമായിട്ട് വരുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നു, അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആര് കൊടുക്കുന്നുണ്ട്? ഒരു അധ്യാപകൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് അതിനെ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അല്ലാതെ ഒരു ക്ലാസ്സിൽ പോയി കുറച്ചു നേരം പഠിപ്പിച്ച് പിന്നെ പോയി സ്റ്റാഫ് റൂമിൽ ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഡ്യൂട്ടി. ഒരുപാട് ഡ്യൂട്ടികളുണ്ട് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമ്മൾ പറയാറില്ല ഒരു പ്രൊഫഷനും ഒരു ചെറുതല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല എന്ന്. അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൽ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾ ലെസൺ പ്ലാൻ ഒക്കെ തയ്യാറാക്കാൻ പഠിച്ചോ എല്ലാവരും? ലെസൺ പ്ലാൻ, ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തയ്യാറാക്കപ്പെടുന്ന ലെസൺ പ്ലാൻ, ടീച്ചിങ് മാനുവൽ പഠിച്ചു കഴിഞ്ഞോ? ട്രെയിനിങ്ങിന് പോയവരൊക്കെ തയ്യാറാക്കിയായിരുന്നു മിസ്സേ. എന്താണ് ഫാത്തിമ? ട്രെയിനിങ്ങിന് പോയവരൊക്കെ തയ്യാറാക്കിയായിരുന്നു. എന്നിട്ട് ലെസൺ പ്ലാൻ അനുസരിച്ചിട്ടാണോ നിങ്ങൾ ക്ലാസ് എടുത്തത്? അതെ. എന്നിട്ട് കുട്ടികളുടെ റെസ്പോൺസ് ഒക്കെ രേഖപ്പെടുത്തിയായിരുന്നോ? എഴുതിയായിരുന്നു. എനിക്ക് ലെസൺ പ്ലാന് അനുസരിച്ച് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. LKG UKGന്റെ ലെസൺ പ്ലാൻ തയ്യാറാക്കി പോയിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡാ കിട്ടിയത്. അപ്പൊ അത് മാറ്റിയാൽ മതിയായിരുന്നു, സ്ട്രാറ്റജി മാറ്റിയാൽ മതി, തന്ത്രം മാറ്റി ക്ലാസ് എടുക്കുക. അല്ല, അപ്പൊ ഞാനത് അവരോടൊന്ന് വെറുതെ ഓടിച്ച് പറഞ്ഞു കൊടുത്തേക്ക്, ഞങ്ങള് വലിയ കുട്ടികളായി, ഇതൊന്നും ഞങ്ങക്ക് വേണ്ട പറഞ്ഞു. അപ്പൊ തന്നെ ചിന്തിക്കേണ്ടതാണ്. ക്രിയേഷൻ പേരെന്താണോ? പേരെന്താ? ഫസിൽ. അതാണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് അപ്പൊ തന്നെ ചിന്തിക്കുന്നത്. ഈ കുട്ടികൾക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കാം അപ്പൊ തന്നെ ചിന്തിക്കുക. ഇല്ല, അവർക്ക് അപ്പൊ എന്നോട് അവിടുത്തെ മിസ് പറഞ്ഞു നിങ്ങക്ക് റിവിഷൻ എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ആ ലാസ്റ്റ് ആയിരുന്നു, ഫെബ്രുവരിയിലാ പോയത്. അപ്പൊ നമുക്ക് അവർക്ക് മാർച്ചിനുള്ള എക്സാമിന് എന്നോട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമോ ചോദിച്ചു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാറിന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇടയ്ക്കൊന്നും ഇങ്ങനെ നമ്മള് ആക്ഷൻ സോങ് ഒക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മളെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് സ്റ്റോറി അതൊക്കെ ചെയ്യിപ്പിച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലെസൺ പ്ലാൻ എനിക്ക് എടുക്കേണ്ടി വന്നില്ല. കുഴപ്പമില്ല, സാറില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു, നമ്മളിപ്പോ ചിലപ്പോ ഏതൊക്കെ ക്ലാസ് ഒക്കെയാണ് ചിലപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് കിട്ടാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇംഗ്ലീഷ് പല ക്ലാസ്സുകൾ എടുക്കേണ്ടി വരാം. അപ്പൊ എവിടെ ചെന്നാലും നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളൊന്ന് തയ്യാറാക്കി പോവാം. പിന്നെ കുറച്ച് ആക്ടിവിറ്റികൾ നമ്മൾ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യം പറയട്ടെ. നമ്മളിപ്പോ ചില സമയത്ത് ഇപ്പൊ ഡിപ്ലോമ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ പോർഷൻസ് തീർന്നിട്ടുണ്ടാവില്ല, അവരുടെ എക്സാം അതിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ MTയിൽ ഏതെങ്കിലും പോർഷൻസ് നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്താണ് മിക്കവാറും നിങ്ങളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ആക്ടിവിറ്റി ഇപ്പൊ 2-3 പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാനുള്ള രീതിയിൽ. അപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ്, ടീച്ചേഴ്സിന്റെ തന്ത്രമാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ തയ്യാറാക്കിയിരിക്കണം. ഇപ്പൊ വേണമെങ്കിൽ എന്ത് കൊടുക്കാന്നുള്ള ഒരു മൈൻഡിലായിരിക്കണം. യെസ്, ഓക്കെ. Every teacher should take care to maintain discipline everywhere. Even when she is walking on the footpath, if she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimum inquiries, dispose of them with or without punishment. ഇനി
നമ്മളിപ്പോ ടീച്ചേഴ്സിന്റെ കുറെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ നമ്മള് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എന്താണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുറത്ത് വരും. പുറത്ത് വരുന്നത് എപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ ഇന്റർവെൽ ടൈമില് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണ് അവിടെ കൂടുതലായിട്ടും ഡിസിപ്ലിൻ. അല്ലെങ്കിൽ നമ്മള് ബെല്ലടിക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയം, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ ആ ഒരു ടൈമില്, അല്ലെങ്കിൽ ഇന്റർവെൽ ടൈമിൽ, ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ് സ്കൂൾ ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മള് ഒരു ടീച്ചർ ഇപ്പൊ നടന്നു പോകുന്ന ഒരു വരാന്തയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികള് എന്താണ് ക്യൂറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഴക്കിടാണ്. ക്യൂറൽസ് മീൻസ് വഴക്കിടാം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. തല്ല് പിടിക്കാൻ വഴക്കിടാം. അല്ലെങ്കിൽ ത്രെട്ടനിങ് അതേഴ്സ്, മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുകയാണ്. എടാ നിന്നെ ഞാനത് ശരിയാക്കി തരാം, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യോ, പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ അത് വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അല്ലെങ്കിൽ സ്പീക്കിംഗ് റബ്ബിഷ്. റബ്ബിഷ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീക്കിംഗ് റബ്ബിഷ്. എങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത്? റബ്ബിഷ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്ന കുട്ടികളുണ്ടാവും അല്ലെ? പിന്നെ അപ്പൊ ടീച്ചർ പോകുന്ന വഴിക്ക് നമ്മൾ വെറുതെ വരാതിൽ കൂടെ അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിക്കരുത് കേട്ടോ. പോകുന്ന നടത്തത്തിൽ പോലും നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുട്ടികൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മളുടെ കണ്ണിൽ വെച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഒരു ടീച്ചർ വന്ന് ചോദിക്കും, ടീച്ചർ അത് കണ്ടില്ലേന്ന് ചോദിക്കുള്ളൂ നമ്മളോട് അല്ലെ? നേരെ ചോദിക്കുന്നത് അങ്ങനെയാണ്, ടീച്ചർ കണ്ടില്ലേന്ന്. അവിടെ ഒബ്സർവേഷന്റെ പ്രശ്നമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ടീച്ചർമാരെ, ഞങ്ങളുടെ ഒരു ഹെഡ് മാസ്റ്റർ പറഞ്ഞാണ്, ടീച്ചേഴ്സിനെ സംബന്ധിച്ചും നമുക്ക് തലയ്ക്ക് ചുറ്റും കണ്ണുകൾ വേണമെന്നാണ് പറയുന്നത്. തലയ്ക്ക് ചുറ്റും ഈ രണ്ടെണ്ണം മാത്രമല്ല, ഇവിടെ അവിടെ ഇവിടെയൊക്കെ കണ്ണുകൾ വേണമെന്നാണ്. കാരണം കുട്ടികൾ എന്തൊക്കെ എപ്പോ ചെയ്യുന്നു എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ കണ്ണുകൾ ഇവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം ഒരു വരാന്തയോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ ക്ലാസ് റൂമോ എവിടെയാണെങ്കിലും നടക്കുമോ. അത് ഇൻ കേസ് സ്റ്റാഫ് റൂമിൽ വരെ ചുറ്റും കണ്ടു വേണം എന്നാണ് ഞങ്ങൾ സാർ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ കുറ്റങ്ങളും കാര്യങ്ങളും കണ്ടുപിടിക്കാനല്ല, അത് ഒബ്സർവേഷൻ ആണ്. ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒബ്സർവർ ആയിരിക്കണം. പല കാര്യങ്ങളിലും ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് നമ്മളുടെ തലവിധിയാണ്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ടീച്ചർ ഇപ്പൊ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്കാണ് കുട്ടികൾ വഴക്കിടുന്നു, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? കുട്ടികളെ ഒരു വണ്ടി എടുത്ത് ഒരു ക്യൂറിങ് കൊടുക്കോ? അങ്ങനെ ചെയ്യാൻ പോണേ നിങ്ങള്? എന്താ സംഭവം ചോദിച്ചറിയണം ആദ്യം. സംഭവം ചോദിച്ചറിയാം അല്ലെ? വളരെയധികം ക്ഷമാലുക്കളായി നമുക്ക് അതേ സമയത്ത് ദേഷ്യമൊക്കെ കയറല്ലേ? കാര്യം അതുപോലെയായിരിക്കും ചിലപ്പോൾ അക്രമങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ അത്യന്തം ക്ഷമയില്ലാത്ത ടീച്ചർമാരായി നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പൊ തന്നെ ഒരു അടി കൊടുക്കായിരിക്കും. മാക്സിമം അവരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കാം എന്താണ് കാര്യം അല്ലെ? കാര്യം ചോദിക്കാം. വല്ല അതിക്രമമായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്താണ്, ഒരു അടി കൊടുക്കുന്നതിന് ഒരു തെറ്റില്ല കേട്ടോ. ഒരു നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നിസ്സാര കാര്യങ്ങളാണ് നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് ആ കുട്ടികളുടെ വഴക്ക് മാക്സിമം തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മള് വഴക്ക് തീർത്തു കൊടുക്കും. കാര്യം കൂടുതൽ അഭികാമ്യം. ഓക്കെ, അല്ലാതെ നീ പോടാ മാറിയിരിക്കുന്നു പറഞ്ഞാൽ അവരെ വിട്ടേക്കാണ്. കാര്യകാരണങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു ടീച്ചർ നല്ല രീതിയിൽ അവർക്ക് ചിലപ്പോൾ നമ്മളുടെ ഇടപെടൽ മൂലം അവർ തമ്മിലുള്ള വഴക്ക് അവിടെ തീരും. അവർ പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ വഴക്കേ ഉണ്ടാവില്ല. അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിൽ എന്താണ്, കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നമില്ലാതെ ആ വഴക്കിൽ നിന്ന് മാറുകയും ചെയ്യും. ഇനി തെറ്റ് അതിശക്തമായിട്ടുള്ള തെറ്റൊക്കെയാണ് ചെയ്തെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് യാതൊരു വിധ തെറ്റുകളൊന്നും ഇല്ല കേട്ടോ. അടിക്കണേന് ഒരു പ്രശ്നവുമില്ല. കുഞ്ഞടിയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ഷൗട്ട് ചെയ്യരുത്, ഒരിക്കലും ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്. ഷൗട്ട് ചെയ്യാതെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. മാത്രമല്ല അതിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നെന്താണ്, അവരെ വഴക്ക് തീരുകയും ചെയ്യും. ആ ടീച്ചറിനെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായും ചെയ്യും കേട്ടോ. ഇഷ്ടമല്ലാത്തൊരു ടീച്ചർ ആയിരിക്കും, പക്ഷെ ടീച്ചർ വന്ന് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾ. ഓക്കെ, അങ്ങനെ കുട്ടികൾ ഇഷ്ടം തിരിച്ചു വെക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കണം. ഓക്കെ, അത് പറയുന്ന പോലെ തന്നെ പറയണം കേട്ടോ. പറയണതിനൊക്കെ ഒരു ഇതുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ആ ഒരു വികാരത്തോടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. എന്താണ് ഉണ്ടായിരിക്കണം? ബോറടിക്കുന്നുണ്ടോ? കേട്ടിരിക്കണേണോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറഞ്ഞാൽ ശരിയല്ലേ? ശരിയാണ് മിസ്സേ. നമ്മള് കാര്യം എന്താന്ന് നേരത്തോട് ചോദിക്കുക. തല്ലാണ്ടോടാണെങ്കിൽ ചെറിയൊരു തല്ലൊക്കെ കൊടുക്കണം. അതെ, തല്ലണം, തല്ലി വളർത്തണം. ശരിയാവില്ല.
അല്ലെങ്കിൽ വടിയും പേടി വേണം നിങ്ങൾക്ക്. അപ്പൊ വടിയും പേടിയില്ലാതെ വളർന്ന ആളേക്ക് ഈ കാണുന്ന അക്രമങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയത് ശരിയല്ലേ? ശരിയാണ് അത് മിസ്സേ. ശരിയാണ് മിസ്സേ. പക്ഷേ ഇപ്പൊ പിള്ളേര് അതിലും വലിയ വിളവത്തരാണ് പിള്ളേരുടെ കയ്യിലുള്ളത്. ഇപ്പൊ എന്റെ ബ്രദറും തല്ലിയാലും പക്ഷെ തല്ലിയാല് മാനസികമായി പിരിമുറുക്കം സംഭവിച്ച് ടീച്ചർ തന്നെ തല്ലിയെന്ന മാനസികാവസ്ഥ മൂലം ചാവുന്ന കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് അതും ചെയ്യാൻ പറ്റില്ല. അതന്നെ മിസ്സേ. ഇപ്പൊ എന്റെ ബ്രദറിന്റെ വൈഫും CBSE സ്കൂളിലെ ടീച്ചേഴ്സാ രണ്ടുപേരെ. ഒരാള് +2 ഒരാള് ഹൈസ്കൂളിലാണ്. അപ്പൊ അവരുടെ സ്കൂളിലെ കുട്ടികളെ കുറച്ചൊന്ന് കൂടുതൽ വഴക്ക് പറഞ്ഞ അപ്പൊ തന്നെ അവര് ഇങ്ങനെ വിളിച്ചു പറയും. ചൈൽഡ് വെൽഫെയറിലും ഒക്കെ വിളിച്ചിട്ട് അപ്പൊ തന്നെ വിളിച്ചു പറയും, ഞങ്ങളെ ടീച്ചർമാർ ഹരാസ് ചെയ്യാണ്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായത്, ഈ പിള്ളേര് കുറച്ച് പേര് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. എന്തോ 10 പേരോ അങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ഓർഡർ കൊടുത്ത് കുഴിമന്തി അങ്ങനെ എന്തോ കഴിക്കാൻ ഇവരെടുത്തോണ്ട് വന്ന ടൈമിൽ ചാടിയ ഒരു പാറ്റയാണ്. അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അതിന് വേറെ ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ കൊച്ചുങ്ങൾ അത് ഭയങ്കര പ്രശ്നമാക്കി അവിടെ ഇരുന്നിട്ട് റെസ്റ്റോറന്റിൽ. അപ്പൊ അവരത് ഇനി അവരുടെ ഒരു ഇതിനെ ബാധിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഷെഫ് നേരിട്ട് വന്ന് തന്നെ ഇവരോട് സോറി പറയും, അതിന്റെ പൈസ വാങ്ങിക്കാതെയൊക്കെ എല്ലാം അങ്ങനെ പറഞ്ഞൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ മക്കൾ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഭയങ്കര പ്രശ്നമായി. ഹോട്ടൽ അടയ്ക്കുന്ന ഒരു ഇതിൽ വന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അവര് ഹോട്ടലുകാർ വിളിച്ചിട്ട് ഇവരുടെ ബ്രദർമാര് നടത്തുന്ന ഒരു സ്കൂളാണത്, മൗണ്ട് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സ്കൂളിലേക്ക് വിളിച്ചു പറഞ്ഞ് മൊത്തം പ്രശ്നമായി. ഈ പിള്ളേര് വെറുതെ ചെയ്തതാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വന്നപ്പോ അതൊരു വലിയ കേസായിട്ട് തന്നെ വന്നു. സ്കൂളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോണേ. തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി. അല്ലാത്തതിന് നമ്മള് അതിൽ മുതിർന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർക്ക് അങ്ങനെ കൊടുക്കുക. അല്ലാതെ പറ്റാത്ത പണിക്ക് നമ്മൾ ഒരു നിൽക്കരുത്. ശരിക്കും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണ്. ടീച്ചേഴ്സ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാലം തന്നെയാണ്. ഇപ്പൊ മക്കളെ പഠിപ്പിക്കാനും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പോണത്. അതെ അതെ ശരിയാണ്. പിന്നെ ഓക്കെ, നെക്സ്റ്റ് വരുന്ന സിറ്റുവേഷൻ. ഇപ്പോ ടീച്ചേഴ്സ് ഓരോ മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ കുറെ സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ഒന്ന് നമ്മള് എന്താ പറഞ്ഞത്, കുട്ടികളെ റബ്ബിഷ് ആയിട്ടുള്ള സംസാരിക്കുന്ന സമയത്ത് വേണ്ടത്ര പനിഷ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കി കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന സിറ്റുവേഷൻ എന്താണ്? when she is seen a collective of students hasting before the tap or before any room or somewhere, she should order them to form a queue. ക്യൂ എന്നല്ല കേട്ടോ, ക്യൂ നോക്കാം കേട്ടോ, ക്യൂ ആണേ. ക്യൂ നിൽക്കല്ലേ, വരി നിൽക്കുക. ഇനി ടീച്ചർ എന്താണ് കാണുന്നത്? കളക്റ്റീവ് ഓഫ് സ്റ്റുഡൻസ് ഹാസ്റ്റിംഗ്. ഹാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിരക്ക് കൂട്ടുക, അല്ലെങ്കിൽ ധൃതി കാണിക്കുക. എവിടെ നിന്നാണ് കാണിക്കുന്നത്? ബിഫോർ ദ ടാപ്പ് ഓർ ബിഫോർ എനി റൂംസ്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു റൂംസിൽ ക്ലാസ് റൂമിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ടാപ്സ് പ്രത്യേകമായിട്ട് കൈ കഴുകുന്ന സമയത്താണ് ഇരുന്നത് ഇടി കൊടുക്കുന്നത് അല്ലെ. ക്യൂ ആയിട്ടൊന്നും നിൽക്കില്ല കുഞ്ഞുങ്ങള്. പെട്ടെന്ന് കൈ കഴുകാനുള്ള ധൃതിയിലെല്ലാം അവർ തിരക്ക് കൂട്ടി ഇങ്ങനെ വരുന്ന സമയത്തും എന്താണ് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുക. ആരെങ്കിലും ചിലപ്പോൾ വീഴാം, അല്ലെങ്കിൽ തള്ളിയിടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കും. അങ്ങനെ കാണുന്ന സമയത്ത് ടീച്ചർ എന്താ ചെയ്യേണ്ടത്? അവരെന്താക്കി മാറ്റണം? ക്യൂ നിൽക്കാനായിട്ട് അല്ലെ, ക്യൂ ആയിട്ട് ഓരോരുത്തരും വരിയായി നിൽക്കാനായിട്ട് ടീച്ചർ നിർദ്ദേശിക്കണം. നിൽക്കുന്നില്ലെങ്കിൽ കുട്ടികളെ പിടിച്ചു നിർത്തേണ്ടതാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പല സ്കൂളിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഡിസിപ്ലിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. ചില ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് ലൈനായിട്ട് ക്യൂ ആയിട്ട് കൊണ്ടുപോയി കൈ കഴിച്ച് തിരിച്ചു കൊണ്ടുവരും. അതേപോലെ തന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി കൈ കഴിച്ച് തിരിച്ചു കൊണ്ടുവരും അല്ലെ. ഓക്കെ, അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ KG സ്റ്റുഡൻസിനെയൊക്കെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങള് അവര് പറഞ്ഞ കറക്റ്റ് അതേപോലെ തന്നെ നിൽക്കുന്നില്ല. പക്ഷെ ചില കുട്ടികൾ കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾ അങ്ങനെ ആകാത്ത കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിച്ച് അവരൊന്ന് മുൻനിരയിലേക്ക് നിർത്താം. ബാക്കിൽ നിർത്താതെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാം. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ പുറകെ വന്നു. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെന്താണ്? ഈവൻ when the prayer is going on, 1 or 2 teachers should take the charge of going around the school to check the persons, encouraging students hiding in the classes and those who are acting the time near the source and near the latrine and the urinals. This practice they should do even while the functions and meetings are going on. ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താ? ടീച്ചേഴ്സ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന കുറച്ച് പ്ലേസസ് ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ ശ്രദ്ധ വേണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? നമ്മൾക്ക് തലക്ക് ചുറ്റും കണ്ണുണ്ടാവണമെന്ന്.
ശരിയല്ലേ? ഇപ്പൊ നോക്കൂ, പ്രയർ നടക്കുന്ന സമയത്ത്, ഇപ്പൊ അസംബ്ലി ടൈമില് പ്രയർ നടക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് എന്താണ് കുട്ടികൾ ആ ഗ്രൗണ്ടിന് ചുറ്റും ഒന്ന് വാച്ച് ചെയ്യാനുണ്ടായിരിക്കണം, അല്ലെ? എന്തെങ്കിലും കുരുത്തക്കേടുകൾ ആ സമയത്തും ചെയ്തെന്ന് വരാം. അപ്പൊ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങൾ അങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോ പ്രയറിന് ചെയ്യുന്ന സമയത്ത് എന്താണ് ചില കുട്ടികൾ വല്ലയിടത്തും നോക്കിയേക്കും, അല്ലെങ്കിൽ വർത്താനം പറയുന്നുണ്ടാകും, ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോ അവിടെ വെച്ച് വളരെ വലിയ ബഹളമൊക്കെ നടക്കുന്നുണ്ടാവും, നമ്മുടെ ബാക്കിലിരുന്ന കുട്ടികളൊന്നും ചിലപ്പോൾ കാണില്ല. ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് പ്രയർ നടക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൗണ്ടിന് ചുറ്റും എന്താണെന്ന് വാച്ച് ചെയ്യണം. ഇനി പ്രത്യേകം നോക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഹൈഡിങ് സ്ഥലങ്ങൾ. ഏതൊക്കെയാണ്? Hiding in the classes and those who are acting time near the source and near the latrine are the criminals. എന്താ പറയുന്നത്? അതായത് ചില കുട്ടികൾ ക്ലാസ്സിൽ ഒളിച്ചിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് യൂറിനൽസിൽ ബാത്റൂം മൂത്രപ്പുരയ്ക്ക് സമയം അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്തൊക്കെ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് കാണാം, അല്ലെ? മനസ്സിലായത് എന്താണെന്ന്? അങ്ങനെയുള്ള കുട്ടികളെ വാച്ച് ചെയ്യാനായിട്ട് എന്താണ് ടീച്ചേഴ്സ് ആ ഒരു ഭാഗത്തും എന്താണ് ടൈമിൽ അല്ലാത്ത ടൈമിലൊക്കെ എന്താണ് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ മീറ്റിംഗ്സുകൾ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ടീച്ചേഴ്സ് പ്രോഗ്രാംസ് നടക്കുമ്പോൾ കുട്ടികളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കുറച്ച് ടീച്ചേഴ്സ് എന്താണ് അവരെ വാച്ച് ചെയ്യുന്നതിനായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്താണ് വോളണ്ടിയേഴ്സ് ഒക്കെ നിൽക്കുന്നത് പോലെ തന്നെ ടീച്ചേഴ്സും അവരെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കുന്ന രീതിയിൽ സ്കൂൾ ആ ഗ്രൗണ്ടിന്റെ ആയാലും ഫംഗ്ഷൻ നടക്കുന്ന പ്രോഗ്രാമിന്റെ അടുത്തുള്ള പ്രദേശങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ ഒരു എന്താണ് സ്കൂൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. യെസ്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾ ബാത്റൂമിൽ വിടുന്ന സമയത്ത് പ്രത്യേകമായിട്ട് കുറച്ച് സമയം വൈകിയൊക്കെയാണ് വരുന്നത്, എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അത് ബാത്റൂമിൽ വിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആൺകുട്ടികളെ രണ്ടും ഒരേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത സിറ്റുവേഷൻ ആണ് എന്താ, നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത സിറ്റുവേഷൻ എന്താണ്? ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പ്രയർ നടക്കുന്ന സമയത്തും എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് കുട്ടികളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി ആയിരിക്കണം അത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഈ സ്റ്റുഡൻസ് ഇനി ലഞ്ച് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ്. If students are taking lunch in a common place, few teachers should take the chance of managerial. They should impose discipline in table manners, cleanliness, silence, etc. എന്താണ് വിദ്യാർത്ഥികൾ ഇനിയിപ്പോ കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികള്? ക്ലീൻ ആയിട്ട് ഇരിക്കണം, ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം, അല്ലെ? ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്, അല്ലെ? എങ്ങനെയായിരിക്കണം? നിങ്ങൾക്ക് അപ്രാക്ടീസിന്റെ ഒക്കെ ക്ലാസ് എടുത്തായിരുന്നോ? അപ്രാക്ടീസിന്റെ ക്ലാസ് എടുത്തിരുന്നോ? ഇല്ല. അതിലെ കുട്ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ സെഷനിൽ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ എങ്ങനെ വെള്ളം ഒഴിക്കണം, ക്ലാസ്സിലേക്ക് എങ്ങനെ വെള്ളം ഒഴിക്കണം, അതൊക്കെ കൃത്യമായിട്ട് കൈ എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കണം, കൈ എവിടെയാണ് പിടിക്കേണ്ടത്, എത്ര ഡിസ്റ്റൻസിൽ കുഞ്ഞുങ്ങൾ ഒഴിക്കണം, അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ സെഷൻസ്. അത് പഠിക്കും. അപ്പൊ അതൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഭക്ഷണ ടൈമിലാണ്, ഈ ലഞ്ച് ടൈമിലാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ടവൽസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലേ? ആ പാത്രത്തിന്റെ താഴെ ബോക്സിന്റെ താഴെ എന്താണ് ടവൽസ് വെച്ചിട്ട് മാക്സിമം കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് താഴെ പോകാതെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആദ്യം ഒന്നും പറ്റില്ലായിരുന്നു, പിന്നീട് പറഞ്ഞ് എന്താണ് കുഞ്ഞുങ്ങൾ അതേ ചുറ്റി കൊടുക്കുന്ന എന്താണ് ഭക്ഷണം ഒന്നും തന്നെ താഴെ വേസ്റ്റ് ചെയ്യാതെ കഴിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ എങ്ങനെ കഴിക്കണം? ക്ലീൻലെസ് ആയിട്ടും സൈലൻസ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം, അല്ലെ? വളരെ സൈലൻസ് ആയിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാതിരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആസ്വദിച്ച് കഴിക്കാം, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാനുള്ള നമ്മളെന്താ ആ ഒരു സമയം നിങ്ങൾക്ക് കൊടുക്കും. ഓക്കെ. യെസ്. മനസ്സിലായോ അത്? ലാസ്റ്റ് ഭാഗമാണ് എന്ത്? Few teachers should take the charge of gate watching. ഞാനത് കോമൺ ആയിട്ട് പറയുന്നുള്ളൂ. കുറച്ച് ടീച്ചേഴ്സിന് എന്താണ് ഗേറ്റ് ഡ്യൂട്ടി കൊടുക്കണം, അല്ലെ? ഗേറ്റ് ഡ്യൂട്ടി ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് പറയുന്നത്. നിങ്ങൾ ആരും തന്നെ പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുകയും വേണം. പുറത്തുനിന്ന് ആരും അകത്തേക്ക് നമ്മൾ
അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും പോലും നമ്മൾ കയറ്റിവിടാനൊന്നും പാടില്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി മോർണിംഗിലെ കുറച്ച് ടീച്ചേഴ്സ് ആയിരിക്കും ഗേറ്റ് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആഫ്റ്റർനൂണിൽ എന്താണ് കുറച്ച് ടീച്ചേഴ്സ്, ഈവനിങ്ങിൽ കുറച്ച് ടീച്ചേഴ്സ്, അങ്ങനെ അത് ടീം വർക്ക് ആയിട്ട് പലർക്കും ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ആ വർക്ക് ചെയ്യേണ്ടത്. ഇനി ചില സ്കൂളിൽ എന്താണ് ലോങ് ബെൽ അടിക്കുന്നതിന് ഒരു 15 minutes മുമ്പ് തന്നെ ടീച്ചേഴ്സ് ഫസ്റ്റ് ബെൽ അടിച്ച് ലാസ്റ്റ് ബെൽ അടിക്കുന്നതിന് 15 minutes മുമ്പ് തന്നെ എന്താണ് ലോങ് ബെൽ അടിക്കുന്നതിന് 15 minutes മുമ്പ് തന്നെ ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. കുട്ടികൾ ഇപ്പോ പ്രയറിന്റെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഓടിപ്പോകും. പ്രയറിന്റെ ബെല്ലടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ പോകുന്നത്? ക്ലാസ്സിൽ കയറിയിട്ടില്ല, കുഞ്ഞ് ഗേറ്റ് കിടക്കുന്നുള്ളൂ. അപ്പൊ പ്രയർ അടിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് ഓടിക്കേറ്റോ ടീച്ചേഴ്സ്? എങ്ങനെയാണ്? ഇല്ല, ഇല്ല, അവിടെ നിർത്തിയിട്ട് അവിടെ നിർത്താൻ പറയും. അപ്പൊ അതൊക്കെ നമ്മള് വളരെയധികം ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, യെസ്. ഇതേപോലെ തന്നെ ഡെയിലി പ്രെയർ നടക്കുന്ന സമയത്ത് നമ്മൾ ഡിസിപ്ലിൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്ത ഭാഗങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സില്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലേ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക്. യെസ്, നീ സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറയാം. ആരാണ്? A positive mind brings positive results. Sign out by Divya. Thank you so much. Thank you, ma'am. Thank you, ma'am. ശരി, Thank you, ma'am. Thank you.